പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അതൊരു സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയത്തെ മാത്രമാണ് കാണിക്കുന്നത്. ഗവർണർ ഭരണഘടന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദവി മാത്രമാണ്. ആ പദവി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശവും അഭിപ്രായവും തീരുമാനവും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. അയാൾക്ക് വ്യക്തിപരമായ വിശ്വാസങ്ങളുണ്ടാകാം, നിലപാടുകളുണ്ടാകാം. അയാളുടെ വ്യക്തിപരമായ ആശയങ്ങളും നിലപാടുകളും ഒക്കെ പ്രചരിപ്പിക്കാൻ അയാൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കണം. അല്ലാതെ ഗവർണർ പോലുള്ള ഒരു ഭരണഘടനാ പദവി ഏറ്റെടുക്കരുത്. ആ ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്റേതായ വിശ്വാസങ്ങളും ആശയങ്ങളും ഉണ്ട് എന്ന് ആർലേക്കർ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും RSSന്റെ ഭരണഘടനയ്ക്ക് മുകളിലുള്ള കടന്നുകയറ്റത്തിന്റെ ഒരു സൂചനയാണ്. പൂർണ്ണമായും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു? മന്ത്രിമാരടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു കത്ത് നൽകിയ ഒരു വിശദീകരണം പറയാൻ, സർക്കാരിന്റെ ഭാഗം പറയാൻ, സർക്കാർ ഈ ഒരു കാര്യം തെരുവിലേക്ക് വലിച്ചഴിക്കുന്നതിന് എന്തിനു കാത്തുനിന്നു? അല്ല, അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരു ആശയരംഗത്ത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഹിന്ദുത്വം അതീശത്വം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുത്വം പൊതുബോധമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊതുബോധം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു വരുന്ന ഒന്നാണ്. ആ ഭൂരിപക്ഷ മതബോധത്തിലേക്ക്, ഭൂരിപക്ഷ മതത്തിൻ്റെതായ ഒരു അതീശത്വ ബോധത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ആകെ എത്തിക്കുകയാണ് അവര്. അപ്പൊ അത് ഒരു രാഷ്ട്രീയ അജണ്ടയാണ് RSSന്റെ. അവർക്ക് ഇന്ത്യൻ ഭരണഘടനയിലോ പാർലമെന്ററി ജനാധിപത്യത്തിലോ ഒട്ടും വിശ്വാസമില്ല. അത് ഗോൾവാൾക്കൊക്കെ വായിച്ചിട്ടുള്ള ആളുകളറിയാം. അപ്പൊ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഹിന്ദുരാഷ്ട്രം, ആര്യവംശാഭിമാനത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാഷ്ട്രം സാക്ഷാത്കരിയാണ്. ആ ആര്യവംശാഭിമാനത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു സ്ത്രീ, ഈ കാവിക്കൊടി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവർ ഭാരതമ്മയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് പ്രതിപക്ഷം പറയുന്നത് പോലെ ലളിതമായ ഒരു പ്രശ്നമല്ല. കാരണം പ്രതിപക്ഷം ഈ കാര്യത്തിലൊക്കെ ഹിന്ദുത്വവുമായി സറണ്ടർ ചെയ്യുന്നവരാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്ന ആൾ 1970 ഇന്ദിരാഗാന്ധി ഈ സവർക്കർ ആരാണ്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട്, അന്തമാൻ ജയിലിൽ ഇരുന്നുകൊണ്ട് 6 കത്തുകളാണ്. അതൊക്കെ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെയുള്ള സവർക്കറുടെ തപാൽ സ്റ്റാമ്പ് ഇറക്കിയ പാർട്ടിയുടെ പേരല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അവരല്ലേ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത്? 1959 കുപ്രസിദ്ധമായ വിമോചന സമരത്തിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാർ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് അടക്കമുള്ള ചരിത്രം കോൺഗ്രസിനില്ലേ? അപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് കാര്യമായിട്ട് എടുക്കും. ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളും അതിതീവ്രമായ നിലപാട് ഹിന്ദുത്വരായി എടുക്കുന്നുണ്ട്. മുഖാമുഖം നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രശ്നമാണ് അത്. ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ സംഘപരിവാറിന്റെ ശാഖയിൽ പോയിട്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് കൈകൂപ്പി നിൽക്കുന്ന ആളുകളല്ല ഈ ഹിന്ദുത്വത്തെ നേരിടാൻ പോകുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ അഭിപ്രായം ഒരു സാങ്കത്യപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല.